നോക്കാം. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ ആണ്, നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് ആണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി. ഇപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളെ കാണണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം അവരുടെ ദുഷിച്ചതായിട്ടുള്ള ചില സ്വഭാവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് രണ്ട് ഫേസ് ഉണ്ട് എന്നുള്ളത്, അവർക്ക് നിങ്ങളോട് കാണിക്കുന്ന സ്നേഹമല്ലാണ്ട് അവർക്ക് ഒരു ക്രൂരമായിട്ടുള്ള ഒരു ഫേസ് കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് അവർക്ക് സ്ട്രെങ്ത് കുറവാണ്. മറ്റു ചില വ്യക്തികൾ അവരെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അവർ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ്, ഹെർമിറ്റിന്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്ക് ഇന്നർ വോയിസ് ലഭിക്കുന്നുണ്ട്. നിങ്ങളോട് അവർ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അവർക്ക് ഒരു കുറ്റബോധം തോന്നുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പേജ് ഓഫ് വാണ്ടിന്റെ എനർജി, അവരുടേതായിട്ടുള്ള ഇമ്മച്യൂർ ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങളിൽ നിന്നും അവർക്ക് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ഗ്രോത്ത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങളിലേക്ക് ഒരു ഗ്രോത്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നു. ഒരുപാട് സ്നേഹം നിങ്ങളോട് അവർക്ക് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജി വന്നിരിക്കുന്നു. സമയം അനുകൂലമാകുന്നതിന് വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. ഓക്കെ, സമയം അനുകൂലമായി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. 2 ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ പ്രപഞ്ചം തന്നിരിക്കുന്നതായിട്ടുള്ള ഒരു സോളാണ് നിങ്ങളെന്ന് അവർ ഈ ഒരു നിമിഷം മനസ്സിലാക്കുന്നുണ്ട്. അവർ ഈ നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, ഈ സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ്? അവർക്ക് നിങ്ങളോട് ഒരുപാട് ക്രഷ് തോന്നുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ്. അവരുടെ ലോകം പോലും നിങ്ങളാണ് എന്നവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഗോഡ് ബ്ലെസ് യു.